ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഉദ്യോഗസ്ഥ അട്ടിമറിയെന്ന് ദേവസ്വം വിജിലൻസ്. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ പങ്കെണ്ണിപ്പറയുന്ന റിപ്പോർട്ടാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. റിപ്പോർട്ടിന്മേൽ ജീവനക്കാർക്കെതിരെ വേഗത്തിൽ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്വം ബോർഡും. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് FIR രജിസ്റ്റർ ചെയ്യും. ഇതിനിടയിൽ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുന്നതിനായി കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരൻ ശബരിമലയിലെത്തി. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് കളമൊരുക്കിയത് ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ദേവസ്വം വിജിലൻസ്. ദേവസ്വം സെക്രട്ടറി ജയശ്രീ അടക്കമുള്ളവർക്ക് ക്രമക്കേടിൽ പങ്കുണ്ടെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനായിരുന്നു ദേവസ്വം ബോർഡ് തീരുമാനം. എന്നാൽ ആ ഉത്തരവിറങ്ങിയപ്പോൾ തിരുവാഭരണ കമ്മീഷണറെ ഒഴിവാക്കി ബോർഡ് തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. ഇടപെട്ടത് ദേവസ്വം സെക്രട്ടറിയും. വിജയ് മല്യ സമർപ്പിച്ച സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം ഒഴിവാക്കി രേഖകളിൽ ചെമ്പ് മാത്രമാക്കിയത് മുരാരി ബാബു ആണ്. ഇതിന് പിന്നിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് വിജിലൻസിന്റെ സംശയം. 2024 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം സ്വർണം കൊടുത്തുവിടണമെന്ന് മുരാരി ബാബു പറഞ്ഞിരുന്നു. ശില്പങ്ങൾ കൈമാറുമ്പോൾ തിരുവാഭരണ കമ്മീഷണർ സ്ഥലത്തില്ലാതിരുന്നതിലും ദുരൂഹതയുണ്ടെന്ന് വിജിലൻസ് സംശയിക്കുന്നു. മഹസർ തയ്യാറാക്കിയ RG രാധാകൃഷ്ണൻ തൂക്കക്കുറവ് രേഖപ്പെടുത്തിയത് ബോർഡിനെ അറിയിക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. 20 വർഷമായി ശബരിമലയിൽ മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറായി തുടരുന്ന സുനിൽകുമാറിന്റെ ഇടപെടലുകൾ സംശയാസ്പദമാണ്. ഇങ്ങനെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ ക്രമക്കേടുകളും വീഴ്ചകളും അക്കമിട്ട് നിരത്തുകയാണ് ദേവസ്വം വിജിലൻസ്. റിപ്പോർട്ടിൽ ശക്തമായ നടപടിയെടുക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് അക്ഷന്തവ്യമായ വീഴ്ചയുണ്ടായി എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ, അത് ഇന്ന ആളുകൾ എന്നില്ല, ഏതാണ്ട് ഒരു 9 ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് നടപടിക്കായി ശുപാർശ ചെയ്തിട്ടുള്ളത്. അതിൽ മുരാരി ബാബുവിനെതിരെ ഇപ്പോൾ ആൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നടപടിക്രമങ്ങൾ 14-ാം തീയതി ബോർഡ് യോഗം കൂടി തീരുമാനിക്കും. മുരാരി ബാബുവിന് പിന്നാലെ സുനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്യും. വിരമിച്ച മുൻ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടയാനും ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.